ഇവിടെ ഇപ്പോഴും ഇവിടെ ഭയങ്കര തണുപ്പാണ്. രാവിലെ ഞാൻ ബേർഡ്സിന് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് വന്നതാണ്. എന്ത് ഭംഗിയാണ് നോക്കിക്കേ. ഗാർഡനിലോട്ട് രാവിലെ വരുന്ന ഉടനെ കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുവാണ്. ആർക്കെങ്കിലും ബേർഡ്സിനെ വളർത്തുന്നവർക്ക് അത് ഹെൽപ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന വീഡിയോ ആണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കോക്കറ്റെയിലിൻ്റെ ഒക്കെ എഗ്ഗായിട്ടിരിക്കുവാണല്ലോ, അപ്പം അവരുടെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ കണ്ട ഒരു ചിക്കാണിത്. കോക്കറ്റെയിലിൻ്റെയാണ്, ലുട്ടീനോടെ ആണ് പേരൻറ്റ്. അപ്പോൾ നോക്കിയപ്പം ഇതിൻ്റെ ബലൂൺ പോലെ ഇരിക്കുന്നു. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് ബേർഡ്സ് ടെക്കിയിലെ വിശാഖ് എനിക്ക് പറഞ്ഞു തന്ന പോലെ ഇതിനെ ഞാൻ ട്രീറ്റ് ചെയ്ത് അത് ഒരുമാതിരി സെറ്റാക്കിയൊക്കെ വെച്ച് ഹാൻഡ് ഫീഡിംഗ് ഒക്കെ കൊടുത്തിട്ട് വെച്ച് ഒന്ന് സെറ്റിലാക്കിയായിരുന്നു. പക്ഷേ വൈകിട്ട് ഞാൻ ഫീഡ് ചെയ്യാൻ എടുത്തപ്പോൾ ഇങ്ങനെ പിന്നെയും ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഇത് അറിയാവുന്ന ആൾക്കാർക്ക് ഒന്നും അറിയാൻ വേണ്ടിയായിട്ട് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുവാണ്. ഇത് ശരിക്കും ഇതിൻ്റെ എയർ സാക്ക് ഗ്യാസ് കയറിയിട്ട് ഇങ്ങനെ ഇൻഫ്ലേറ്റ് ആയിട്ടിരിക്കുന്നതാണ്. ക്രോപ്പിലല്ല ഇത് എയർ കയറിയിരിക്കുന്നത്, ഇതിൻ്റെ എയർ സാക്കിലാണ്. ക്രോപ്പ് ലെഫ്റ്റ് സൈഡിലാണ്, ഇത് റൈറ്റ് സൈഡിലാണ് ബലൂൺ പോലെ ഇരിക്കുന്നത്. അപ്പം ഇത് ശരിക്കും എന്തുകൊണ്ടാണെന്നോ എന്താണ് ഇതിങ്ങനെ വരുന്നതെന്നോ ഒന്നിൻ്റെ റീസൺ എനിക്കറിയത്തില്ല. ഞാൻ കുറേ ഗൂഗിളിലൊന്നും അടിച്ചു നോക്കിയിട്ട് എനിക്കങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഇതൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇത് എങ്ങനെ ഈ ഗ്യാസ് റിലീസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഒരു നീഡിൽ സ്റ്റെറിലൈസ് സിറിഞ്ചിൻ്റെ നീഡിലുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. എന്നാലും അതൊരു സ്പിരിറ്റൊക്കെ ഇട്ടൊന്ന് വൈപ്പ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഇട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന നീഡിലായിരുന്നു ഉണ്ടായിരുന്നത്, ഞാൻ യൂസ് ചെയ്യത്തൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്നാലും അത് സ്പിരിറ്റ് ഇട്ടൊന്ന് വൈപ്പ് ചെയ്ത് വെച്ച് ഇതിൻ്റെ ക്രോപ്പിൻ്റെ അവിടെ അല്ല കുത്തേണ്ടത്. ഈ ഒരു ലൈൻ പോലെ കാണുന്നതാണ് ക്രോപ്പ്. ഇപ്പോൾ ഫുഡ് ഉള്ളതുകൊണ്ട് അത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ രാവിലെ കുത്തിയതാണ് ആ പാട് കാണുന്നത്. അതിന് വേനയൊന്നും എടുക്കത്തൊന്നുമില്ല, അത് കരഞ്ഞോ ഒന്നുമില്ല. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ താഴ്വശത്താണ് ഞാൻ ഇപ്പം ഒരു ഹോൾ ഇടാൻ പോകുന്നത്. ഞാൻ നീഡിൽ വെച്ച് നമ്മൾ കുത്തുമ്പോൾ കയറ്റി ഇറക്കാണ്ട് നമ്മൾ തയ്ക്കുന്ന പോലെ ഒന്ന് സ്ലാൻഡ് ചെയ്ത് അപ്പുറത്തോട്ട് ഇറക്കിയിട്ട് ഇങ്ങനെ ഊരിയെടുക്കണം. ഞാനിപ്പം ഇതിനകത്തിൽ കാണിക്കാം അതുപോലെ. അപ്പം എന്നിട്ട് ചെറിയ മസാജ് ചെയ്ത് എൻ്റെ കാലും കൈയൊക്കെ പിടിച്ച്, അല്ലെങ്കിൽ ഇതിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ ടൈം. കാരണം അവർക്ക് ആ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടല്ലോ. ഇത് ഇങ്ങനെ നീഡിൽ ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇറക്കിയെടുത്തിട്ട് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. പതുക്കെ കുറേ സമയമെടുക്കും ഇത് മസാജ് ചെയ്ത് അതിനെ ഇങ്ങനെ ഒത്തിരി ഞെക്കി പൊട്ടിക്കുന്ന പോലെ അതിനെ പ്രസ് ചെയ്യല്. ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് ഇങ്ങനെ റൗണ്ടായിട്ടൊന്ന് മസാജ് ചെയ്താൽ മതി, അത് പോകും. ഇത് പിന്നെയും കുത്തരുത്. എനിക്ക് അത് പോകാഞ്ഞിട്ടുകൊണ്ടാണ് ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ബലൂൺ പോലെ വീർത്തുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെയും നീഡിൽ വെച്ച് അത് റിലീസ് ചെയ്തത്. അത് കഴിയുമ്പോഴത്തേക്ക് അത് ബെറ്ററായി. ഞാൻ ഹാൻഡ് ഫീഡൊക്കെ കൊടുത്ത് അങ്ങോട്ട് വെച്ച് എടുക്കുന്ന ഉടനെ പിന്നെ അത് ബലൂൺ പോലെ വീർക്കും. ടെൻഷൻ അടിക്കണ്ട, അത് നമുക്ക് പിന്നെയും മസാജ് ചെയ്ത് അത് റിലീസ് ചെയ്യാം. അങ്ങനെ എപ്പോഴും അതിനെ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം. നല്ല ആക്റ്റീവാണ് ബേർഡിന് ചിക്കിന് കുഴപ്പമൊന്നുമില്ല, ഫുഡൊക്കെ നന്നായിട്ട് എടുക്കുന്നുമുണ്ട്. അപ്പോൾ പിന്നെ പേടിക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പറയാൻ പറ്റത്തില്ല. ഞാൻ വിശാഖനോട് പറഞ്ഞത് ചില സമയത്ത് ഇത് രക്ഷപ്പെടുമോയെന്ന് തോന്നുന്നില്ല, ചില സമയത്തൊക്കെ രക്ഷപ്പെട്ട് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ നമുക്ക്. ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല, ഞാനൊരു നേഴ്സാണ്. പക്ഷേ നമ്മൾ വെറ്റ് നേഴ്സല്ല ഞാൻ. എന്നാലും ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ചെയ്യുന്നത്. പിന്നെ എനിക്കിപ്പോൾ ഒരു ഏകദേശം ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് ഇതിപ്പോൾ പല പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോഴൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് ഇതുപോലെ റിലീസ് ചെയ്യണം. അത് പിന്നെയും ഇതുപോലെ വരും. അപ്പം പേടിക്കേണ്ട കാര്യമില്ല. പതുക്കെ ജെൻറ്റ്ലി മസാജ് ചെയ്ത് റിലീസ് ചെയ്യണം ഇതിൻ്റെ എയർ. വയറിൻ്റെ ഭാഗം ഇടയ്ക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. കാരണം അത് ഭയങ്കര ബ്ലോട്ടറായിട്ടിരിക്കുന്ന പോലെ തോന്നും, അത് ഡൈജഷൻ കറക്റ്റ് ആകാണ്ട്. അപ്പം ഇടയ്ക്കൊക്കെ അതിന് ഫുഡ് കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് വെള്ളം കൂടെ കൊടുക്കണം. അപ്പം ഡീഹൈഡ്രേഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളം കൊടുക്കുന്നത്, പെട്ടെന്ന് ഡൈജസ്റ്റ് ആകുകയും ചെയ്യും. പിന്നെ നന്നായിട്ട് വാർമറിൽ വേണം വെക്കാൻ, നല്ല ഹീറ്റ് വേണം ഈ സമയത്ത്. ഇതുപോലത്തെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ പിന്നെ ഞാൻ ഇത് രാത്രിയിൽ ഞാൻ ഫീഡ് ചെയ്ത സമയമാണ്. അപ്പം പിന്നെയും അതുപോലെ വരും അത്. അപ്പം അതുപോലെ തന്നെ സെയിം നമ്മൾ നീഡിലൊന്നും കുത്തേണ്ട കാര്യമില്ല, ജസ്റ്റ് മസാജ് ചെയ്ത്
പോകും, ആ എയർ അങ്ങ് എടുത്ത് കളയണം. എന്നിട്ട് നല്ല വാമർ, ഞാൻ ബൾബൊന്നുമല്ല, എൻ്റെ കയ്യിൽ ബ്രൂഡർ കേജോ ഒന്നുമില്ല. ഞാൻ ഇത്രയും വർഷമായിട്ട് ചിക്സിനെ വെക്കുന്നത് ഇതുപോലൊരു ബാസ്ക്കറ്റിനകത്തിൽ ടവലൊക്കെ വെച്ച് വാമറാണ്, നമ്മളുടെ ബാക്ക് പെയിനൊക്കെ യൂസ് ചെയ്യുന്ന ഹീറ്റിംഗ് പാഡുണ്ടല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഈ ബൾബൊക്കെ വെച്ചപ്പോഴൊക്കെ ബേർഡ്സ് ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡൊക്കെ ആകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇതാകുമ്പം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിന് ഹൈ, ലോ, മീഡിയം അങ്ങനെ ഉണ്ട്. അപ്പം ഞാനിപ്പം ഹൈ ആണ് വെച്ചേക്കുന്നത്, കാരണം ഇതിന് നന്നായിട്ട് ഹീറ്റ് വേണ്ടിയതുകൊണ്ട്. ഒത്തിരി അതിൻ്റെ അടിയിൽ കുറേ ഷീറ്റും കാർപ്പറ്റും ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഹീറ്റ് കിട്ടത്തില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ 2 ടവലും വെച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വാമായിട്ടിരിക്കും. ഇതിനകത്തിൽ ഒരു ചെറിയൊരു ബോട്ടിൽ ക്യാപ്പിനകത്തിൽ കുറച്ച് വെള്ളവും കൂടെ വെക്കണം, അപ്പം ഒന്ന് മോയിസ്റ്റായിട്ടിരിക്കുകയും ചെയ്യും. ഒത്തിരി അങ്ങ് ഡ്രൈ ആകത്തില്ല അവർ. ഇത് എന്താണ് ഇങ്ങനെ വരുന്നതെന്നോ ഇതിൻ്റെ കോസ് എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടൊന്നും കറക്റ്റായിട്ടുള്ളൊരു റീസൺ ഇല്ല. പക്ഷേ ജസ്റ്റ് ഇങ്ങനെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, ഇവർ കുറേ ഫുഡ് നോക്കി അലച്ച് വിളിക്കുമ്പോൾ പേരൻസ് കറക്റ്റായിട്ട് ഫീഡ് ചെയ്യാതെയും ഒക്കെ ഹൈപ്പർ വെൻറ്റിലേറ്റ് ചെയ്യുന്നതാണ് എന്നൊക്കെയാണ് ഞാൻ ഇങ്ങനെ വായിച്ച് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ ഏതായാലും അറിയത്തില്ല ഇതിൻ്റെ കോസ് എന്തോ ആണെന്ന്. ട്രീറ്റ്മെൻറ്റ് ഇതാണ് വർക്കൗട്ട് ആകുന്നത്. നമ്മൾ പിന്നെ എപ്പോഴും ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കണം, ഇങ്ങനെ മസാജ് ചെയ്ത് ഇരിക്കണം. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്, സെക്കൻഡ് ഡേ ഞാൻ ഈ കുഞ്ഞിനെ എടുത്തിട്ട് ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ മസാജ് ചെയ്ത് ഗ്യാസ് റിലീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഒന്നും കൂടെയും വെറുതെ നീഡിലൊക്കെ വെച്ച് കുത്തി വെറുതെ ഇൻഫെക്ഷൻ ഒന്നും വരുത്തി വെക്കണ്ട. ചെറിയ ഒരു കപ്പിൽ എന്തിനാണ് ഈ കുഞ്ഞിനെ വെക്കുന്നതെന്ന് വിചാരിക്കും. അതിന് അപ്പം കിടന്നു പോകാതെ ഇതിങ്ങനെ നേരെ ഇരിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒന്നും ഉണ്ടാകാതിരിക്കുമല്ലോ, അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞ് ഇച്ചിരി ഒന്ന് ബെറ്റർ ആയി കഴിഞ്ഞിട്ട് ഞാൻ മാറ്റി ഇത് ഇച്ചിരി വലിയൊരു കപ്പിനകത്ത് വെക്കും. ഹീറ്റ് നന്നായിട്ട് വേണം ഈ കുഞ്ഞിന്. ഇപ്പോൾ ഫീഡ് ചെയ്യുന്നതിന് മുന്നേ ഇതിപ്പം 2ാമത്തെ ദിവസമാണെന്ന്, ഇത് സർവൈവ് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഹെൽപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. എനിക്ക് ഫസ്റ്റ് ഞാൻ ഇത് സംഭവം കണ്ട് നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യണത് അതിനാണ്. പിള്ളേരുടെ കേജ് ശരിയാണ്, മുട്ട ഇട്ടുകൊണ്ടിരിക്കുമ്പം അധികം ഡിസ്റ്റർബ് ചെയ്യേണ്ട, കുഞ്ഞുങ്ങളൊക്കെ ആയി എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യണം. ഈ പിള്ളേരുടെ ഒരു 1 വീക്ക് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് മെയിൻലി ഇങ്ങനെ ഇത് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു ഡിഫിക്കൽട്ട് ടൈം കഴിഞ്ഞ് പോകും. ഇവിടെ ഡോക്ടേഴ്സ് അങ്ങനെ നമുക്ക് 24 hours കൊണ്ടുപോകാനായിട്ടൊന്നും ബേർഡ്സിനെ നോക്കുന്ന ഡോക്ടേഴ്സിനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ ഇതങ്ങ് മാറും. നമ്മൾ പതുക്കെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി കുഞ്ഞിന്. അപ്പോൾ അതിൻ്റെ ഇതങ്ങ് മാറും. അത് പിന്നെയും വരും, പക്ഷേ അത് ഇതുപോലെ പതുക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മസാജ് ചെയ്യണം. ഫുഡ് കൊടുത്തില്ലെങ്കിൽ ഞാൻ 3 hours ഇടവിട്ടാണ്, ഫുള്ള് 24 hours 3 hours ഇടവിട്ടാണ് ഞാൻ ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ എടുത്ത് ഇതുപോലെ അതിന് മുന്നേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പം അത് ഫുള്ള് ബബിൾസ് മാറി നമുക്ക് എടുക്കാം. അപ്പോൾ അതൊക്കെ ചെയ്യാവൂ. ടൈം എടുത്ത് ധൃതി വെച്ച് ഞെക്കി ഒന്നും പൊട്ടൊന്നും ചെയ്യരുത്. ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു പിഞ്ച് ഇതിൻ്റെ അകത്ത് വെള്ളത്തിൽ കലക്കി ഈ കൊച്ചിന് ഞാൻ കൊടുക്കും. കാരണം എന്തെങ്കിലും ഒരു പ്രോബയോട്ടിക് അതിൻ്റെ ഡൈജഷന് കുഴപ്പമൊന്നും വരാതിരിക്കാനും ക്രോപ്പിനൊന്നും ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇതിനാണ് ഡെയിലി നമ്മളുടെ ബോക്സുകളിലുള്ള ചിക്സിനെയൊക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഞാനങ്ങനെ ചെക്ക് ചെയ്തതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് സമയത്ത് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റുന്നത്. രക്ഷപ്പെടുമോ എന്നറിയത്തില്ല. ഇന്ന് 2ാമത്തെ ദിവസം ആയതേ ഉള്ളൂ. ഇന്നലെയാണ് ഞാൻ അതിനെ ബോക്സിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാനേ പറ്റുള്ളൂ. എന്താകുമെന്നറിയത്തില്ല. ഇപ്പോഴും എയർ സാക്ക് പിന്നെയും ഫില്ലാകുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മസാജ് ചെയ്ത് കളയുന്നതുകൊണ്ടാണ് അത് ഇങ്ങനെ ഇപ്പം ഇത്രയും നേരം സർവൈവ് ചെയ്യുന്നത്. എന്തോ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും എനിക്കറിയത്തില്ല. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം അപ്ഡേറ്റുകൾ ഞാൻ ഷോർട്സിലോട്ട് ഇടാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആണെങ്കിൽ നല്ലതല്ലേ? അപ്പോൾ ഓക്കെ.